തിരുവഞ്ചൂർ സാർ വരുമെന്നാണ് പ്രതീക്ഷിച്ച് അദ്ദേഹം വരാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് വീണ്ടും ഒന്ന് കടമെടുക്കുകയാണ്. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഒരിക്കലും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ഇടതുപക്ഷ മുന്നണി നടത്തിയ സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ അനുബന്ധിച്ചാണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന ആരോപണം ഉയർന്നു വന്നത്. ഉപരോധം അവസാനിപ്പിക്കുവാനുണ്ടാക്കിയെന്ന് ആരോപിക്കപ്പെട്ട രഹസ്യധാരണ പ്രകാരം TP വധക്കേസ് ദുർബലമാക്കാമെന്ന് ഗവൺമെന്റ് ഉറപ്പുകൊടുത്തു എന്നതായിരുന്നു ഒരു വ്യാജ പ്രചരണം. 2013 ആഗസ്റ്റ് 12 LDF സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിക്കുമ്പോഴേക്കും TP വധക്കേസ് കോടതിയിൽ എത്തിയിരുന്നു. ചാർജ് ഷീറ്റും സമർപ്പിച്ച് സാക്ഷി വിസ്താരവും ഏറെക്കുറെ പുരോഗമിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഒരു കേസ് ഗവൺമെന്റ് വിചാരിച്ചാൽ എങ്ങനെയാണ് ദുർബലപ്പെടുത്താൻ കഴിയുക? ഇത് തിരുവഞ്ചൂരിന്റെ വാക്കുകളാണ്. ഞാൻ പറഞ്ഞത് ഈ TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിചാരണയൊക്കെ തുടങ്ങി ഏതാണ്ട് 6 മാസത്തിന് ശേഷമാണ് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധവും ഇതുമായിട്ടുള്ള എന്താ പറയുക അതിന്റെ അനുബന്ധ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം ആ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് അതൊട്ടും ശരിയല്ല, അത് അടിസ്ഥാനരഹിതമാണ്. ഞാൻ ബഹുമാന്യായ KS ഹരിഹരൻ ഇവിടെ സൂചിപ്പിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ ഒക്കെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാനേ കഴിയും. കാരണം CPM പോലൊരു പാർട്ടിക്ക് നേരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം. പക്ഷേ അവരോടുള്ള എല്ലാ അനുഭാവവും രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, കോടതി ഈ പ്രതികൾക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് പ്രോസിക്യൂഷനും, ആ പ്രോസിക്യൂഷനിൽ അവരുടെ കുമാരൻകുട്ടി വക്കീലുണ്ടായിരുന്നു, അന്ന് CK ശ്രീധരൻ, അദ്ദേഹം